കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് കുടുംബാംഗങ്ങളെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയതായി സൂചന. കൊല ചെയ്യപ്പെട്ട വിജയന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം പോലും നൽകിയിരുന്നില്ല. പൂജയിലൂടെ 40 ലക്ഷം രൂപ അപ്രത്യക്ഷമായതായും ഈ മാസം 15-ന് വിജയന്റെ ഭാര്യയുടെ ആയുസ് അവസാനിക്കുമെന്ന് വിശ്വസിപ്പിച്ചിരുന്നതായും കുടുംബാംഗങ്ങൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായും സൂചനയുണ്ട്. ലബ്ബക്കടയിൽ നടന്ന മോഷണത്തിന് പിന്നിലും നിതീഷാണെന്നും ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചിട്ടില്ലെന്നുമാണ് പുറത്തുവരുന്ന വിവരം. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി കൊടും കുറ്റവാളി കൊല ചെയ്യപ്പെട്ട വിജയന്റെ ഭാര്യയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം രാവിലെ 2 ഗോതമ്പ് ദോശയും വൈകിട്ട് റേഷനരിയുടെ 1 തവി കഞ്ഞിയുമായിരുന്നു നൽകിയത്. ഇതേസമയം നിതീഷും വിജയന്റെ മകളും കഴിച്ചിരുന്നത് നല്ല ഭക്ഷണങ്ങളുമായിരുന്നു. വിജയന്റെ ഭൂമി വിറ്റുകിട്ടിയ പണം പൂജയിലൂടെ അപ്രത്യക്ഷമായതായാണ് മൊഴി. പണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആക്രി സാധനങ്ങൾ മോഷണം നടത്തുന്നത് ആർക്കും സംശയമുണ്ടാകാൻ ഇടയില്ലാത്തതിനാൽ കെട്ടിടം പണിയുന്ന സൈറ്റുകളിൽ നിന്നും കമ്പിയും മറ്റും മോഷ്ടിച്ച് ചെറുതായി മുറിച്ചും വിൽപ്പന നടത്തിയിരുന്നു. ഇതിനു മുന്നിൽ നിർത്തിയത് വിഷ്ണുവിനെയായിരുന്നു. വിറ്റാൽ നല്ല പണവും ലഭിക്കുകയും ആർക്കും സംശയവും ഉണ്ടാവില്ല. ഗന്ധർവ ശാപം വിജയന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമുണ്ടെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇരുവരെയും പീഡിപ്പിച്ച് വന്നത്. വിജയനും കുടുംബാംഗങ്ങൾക്കും നിതീഷിനെ പൂർണ്ണ വിശ്വാസമായിരുന്നു. വാക്കുകേട്ട് എന്തിനും തയ്യാറായിരുന്നതായും സൂചനയുണ്ട്. ലബ്ബക്കടയിൽ ഡിസംബറിൽ നടന്ന മോഷണത്തിന് പിന്നിലും നിതീഷും വിഷ്ണുവുമാണെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിച്ചിട്ടില്ല. വിജയൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നിതീഷിനെ വിശ്വസിച്ചത് കാരണം താൻ മക്കളുടെ ഭാവി ഇല്ലാതാക്കിയതായി മകളോട് കുറ്റസമ്മതം നടത്തിയതായും മൊഴി നൽകിയിട്ടുണ്ട്. ഇതാവാം വിജയന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. കുടുംബത്തിലെ ഓരോരുത്തരെ ഇല്ലാതാക്കി വിജയന്റെ മകളുമായി പോകുകയായിരുന്നു നിതീഷ് ലക്ഷ്യം വെച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.